അരിന്ന് കല്ല് വറക്കുന്നതിനെ കാട്ടി കല്ലിന്ന് അരി വറക്കുന്ന അമ്മ നല്ലത്. അമ്മേ അമ്മ 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 എന്തിനാ ആ പെണ്ണുങ്ങൾ ഇവിടെ കയറ്റി താമസിപ്പിച്ചേ? ഞാനല്ല, നിന്റെ ചേട്ടനെ കൊണ്ടുവന്ന് അതിനുള്ള ശിക്ഷയാ കൊടുത്തിരിക്കുന്നത്. അമ്മേ, അവര് കുഴപ്പക്കാരാ. അവര് മേരി കുഞ്ഞമ്മയുടെ വീട്ടിൽ ചെന്ന് നിന്നതാന്ന്. നീ അവളെ കണ്ടോ? ഏയ്, വേറൊരാളോട് പറഞ്ഞിട്ട് അയാൾ എന്നോട് പറഞ്ഞതാ അവിടുന്ന് തല്ലിയിറക്കി വിട്ടെന്ന്. ആണോടാ? ആ, എന്നാൽ അവള് കുറച്ചു ദിവസം ഇവിടെ തന്നെ നിൽക്കട്ടെ. അവക്കും കെട്ടിയവനും തോന്നാത്ത ബന്ധുസ്നേഹം എനിക്ക് തോന്നിയ നാട്ടുകാർ പറയട്ടെ. അത് തന്നെ അമ്മേ, ഇതാണ് അമ്മയുടെ ഗ്രേറ്റ്നസ്. അപ്പൊ ഞാനിത് ഇനി ചെയ്യണ്ടല്ലേ? ഇരിക്കടാ അവിടെ, ഇരിക്കാൻ. അമ്മേ അമ്മ അവിടെ നടന്ന എന്താന്ന് അമ്മയ്ക്ക് അറിഞ്ഞൂടാ. ചിറ്റപ്പൻ രാത്രി ചെന്ന് വിളിച്ചപ്പോഴേ അവര് മുറിയിന്ന് ഇറങ്ങിയെന്ന്. ആണോ? ആ, അപ്പൊ ചെവിക്കുറ്റിക്ക് 2 കൊടുക്കേണ്ടത് തന്നെയാ. കൊടുക്കട്ടമ്മേ. അവക്കല്ലടാ, നിന്റെ ചിറ്റപ്പന്. സ്വന്തം ഭാര്യ കിടന്നുറങ്ങുന്ന അതേ വീട്ടിലെ വേറൊരു പെണ്ണിനെ മുറിയിൽ നിന്ന് വിളിച്ചിറക്കുന്നവനെ കൊല്ലണ്ടേടാ. അവൻ പണ്ടേ അങ്ങനെയാ. അവൻ അവളെ പ്രേമിച്ചുകൊണ്ട് നടന്നിരുന്ന കാലത്ത് ഒരു ദിവസം ഞാൻ അമ്പലത്തിൽ നിന്ന് വരുമ്പോ എന്നെ കയറി പിടിച്ചു. ആ, ആള് മാറിയതാന്ന്. എന്നിട്ട് അമ്മ എന്ത് ചെയ്തു? അന്നാ അവരുടെ ചുറ്റിക്കളിയുടെ കാര്യം പുറത്തായത്. അന്ന് രാത്രി തന്നെ അവൾ ഒളിച്ചോടി പോവുകയും ചെയ്തു. എന്താടാ നീ വായി നോക്കി നിൽക്കുന്നേ? കല്ല് പറക്കടാ. ഈ അമ്മയുടെ ഒരു കാര്യം. ഞാനേ അവളോടൊന്ന് ചോദിക്കട്ടെ എന്താ നടന്നെന്ന്. ചേട്ടാ, ഇത് അപകടവാ. കുഞ്ഞമ്മയെ തോൽപ്പിക്കാൻ വേണ്ടി അമ്മ അവരെ ഇവിടെ സ്ഥിരമായി നിർത്തിയാൽ ദേ നമ്മള് ബ്രഹ്മചാരികളാവാൻ തീരുമാനിച്ചതാ. അത് അവള് തകർക്കും. ഞാൻ തകരില്ല, നീ നിന്നെ ശ്രദ്ധിച്ചാ മതി. എന്റെ മനഃശക്തി ചേട്ടൻ അറിയാൻ പാടില്ല അഞ്ഞിട്ട്. ആ, ഏതായാലും വന്നു കയറിയതല്ലേ. നാളത്തെ എന്റെ പാചക പരീക്ഷണത്തിന് അവളെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ട്. നന്നായി ഭീമ, നിർബന്ധിച്ച് കഴിപ്പിക്കണം. അപ്പൊ പിന്നെ അവര് ശല്യം ഉണ്ടാവില്ലല്ലോ, തീർന്നോളും. ചേട്ടന്റെ ജോലി ഇപ്പൊ തീരില്ലല്ലോ. ഞാനിപ്പോ ഒരു ചെറിയ ഐറ്റം ഉണ്ടാക്കി. അയ്യോ അമ്മേ, രക്ഷിക്കണേ. അമ്മേ, ചേട്ടാ, അയ്യോ അമ്മേ, ചേട്ടാ, രക്ഷിക്കണേ. ഒരിക്കൽ എന്റെ കഴിവുകളൊക്കെ അംഗീകരിക്കും. അന്ന് കേരളം മുഴുവൻ ഭീമവാചകം മാത്രമാവും. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? എനിക്കാരെ ഇഷ്ടമായില്ല. ഒക്കെ ഒരു വക. പേര് തന്നെ കേട്ടില്ലേ? ധർമ്മൻ, ഭീമൻ, അർജുനൻ. വല്ല സുരേഷ് എന്നോ മനോജ് എന്നോ ഒക്കെ ആയിരുന്നെങ്കിൽ പിന്നെയും കൊള്ളായിരുന്നു. എടി പൊട്ടി, ആദ്യം അങ്ങനെയൊക്കെ തന്നെയായിരിക്കും പേരിട്ടത്. അഞ്ജനം ജനിച്ചു കഴിഞ്ഞപ്പോഴേ അവരുടെ തന്തയ്ക്ക് തോന്നിയ ബുദ്ധിയാ പഞ്ചപാണ്ഡവന്മാരുടെ പേരാക്കാന്ന്. അങ്ങനെ ഓരോ ഓമന പേരിട്ട് വിളിച്ചു തുടങ്ങിയതല്ലേ. ദേ, നീ നിനക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോ. പക്ഷെ ഏതെങ്കിലും ഒരെണ്ണത്തിന് വലയിൽ വീഴ്ത്തണം. ആ, ഒരാളുകൂടി വരാനുണ്ടല്ലോ, നോക്കട്ടെ. ഓ, അവൻ ഏറ്റവും ഇളയതാ. ഈ നാശങ്ങളുടെ മുഴുവൻ കല്യാണം കഴിഞ്ഞിട്ട് അവന്റെ നടക്കൂ. അത്ര നാളും കാത്തിരിക്കണ്ടേ? അമ്മയുടെ പൊന്നു മോളല്ലേ, കുറച്ചും കൂടെ മൂത്തത്. എനിക്ക് പറ്റില്ല അമ്മേ. ഒരാള് വെള്ളയും വെള്ളയും ഇടുന്നേ, വേറൊരാൾക്ക് ഏത് നേരവും തീറ്റ. പിന്നെ വന്ന ആൾ എന്നോട് ചോദിക്കുക കരാട്ടെ പഠിപ്പിക്കട്ടെ എന്ന്. വേറൊരാള് മുഖത്ത് പെയിന്റും വാരിത്തേച്ച് ഇരിക്കുന്നുണ്ട്, നാഗൂലെ. എന്റെ അമ്മേ, ഒരാളും എനിക്ക് യോജിക്കില്ല. മോളെ പറഞ്ഞിട്ട് കാര്യമില്ലടി, അനുഭവിക്കാനുള്ള യോഗം വേണം. അമ്മയ്ക്ക് കല്യാണം നടന്നാ മതി, ഞാനാ സഹിക്കേണ്ടത്. ആ, സഹദേവൻ ചേട്ടനെയും കൂടി നോക്കട്ടെ. അതും പിടിച്ചില്ലെങ്കി ഇതിലേത് പൊട്ടം വേണമെന്ന് അമ്മ തന്നെ തീരുമാനിച്ചോ. ഞാൻ റെഡിയാ. അയ്യോ, അമ്മയുടെ സുന്ദരി കുട്ടി, നീ ജീവിക്കാൻ പഠിച്ചവളാടി. അമ്മേ, അമ്മേ, ചെല്ല്. പ്രായം കൊണ്ട് അവനാ നിനക്ക് ഏറ്റവും ചേരുക. ചെല്ലടി, ചെല്ല്. എന്റെ ദൈവമേ, ഇതങ്ങ് ഉറപ്പിച്ചു തരണം.